എവരിവൺ വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ സെക്കൻഡ് ടേം എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പം സെക്കൻഡ് ടേം എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് അത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ആൻസേഴ്സ് ഇംഗ്ലീഷിലും മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിരിക്കും. ഇനി അപ്കമ്മിങ് 5th സ്റ്റാൻഡേർഡിലെ അപ്കമ്മിങ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇത് വളരെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. First question, activity 1, A question ആണ്. Seed dispersal is the process in which seeds from the mother plant reach different places. അതായത് ഒരു മദർ പ്ലാന്റിലുള്ള സീഡ്സ് ഡിഫറെൻറ്റ് പ്ലേസിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയാം. സോ വാട്ട് ആർ ദ ഡിഫറൻസ് മെത്തേഡ്സ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ? അങ്ങനെ സീഡ് ഡിസ്പേഴ്സൽ ആവാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരെണ്ണം എക്സാമ്പിളായിട്ട് അവിടെ തന്നെ തന്നിട്ടുണ്ട്. ബൈ ആനിമൽസ് ഈറ്റ് ചെയ്തിട്ട് സീഡ് എവിടെയെങ്കിലുമൊക്കെ വേറെ ഉള്ള പ്ലേസിൽ കൊണ്ടുപോയിടുന്നു. അതുപോലത്തെ 3 അതർ സിറ്റുവേഷൻസും കൂടിയാണ് എ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് എന്താണ് വരിക? നമുക്ക് എ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കാം. ബൈ ആനിമൽസ് ഓൾറെഡി തന്നിട്ടുണ്ട്. ത്രൂ വിൻഡ് ആവാം, ബൈ ബേസ്റ്റിംഗ് ആവാം, ത്രൂ വാട്ടർ ആവാം. അതായത് കാറ്റിലൂടെയോ അല്ലെങ്കിൽ ഇത് പൊട്ടിയിട്ടോ അല്ലെങ്കിൽ വാട്ടർ വഴിയോ ഒക്കെ സീഡ്സ് എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് പ്ലേസസിൽ എത്താം. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഫേവറബിൾ ഫീച്ചേഴ്സ് ഓഫ് ദ ഫ്രൂട്ട്സ് ഗിവൺ എബോ ദാറ്റ് ഹെൽപ്സ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ. മേളിൽ തന്നിട്ടുള്ള പിക്ചേഴ്സ്, അതായത് മാംഗോൻ്റെ ഉണ്ട്, ആപ്പിളിൻ്റെ ഉണ്ട്, ഒരു എന്താ പറയുക നമ്മുടെ പാഷൻ ഫ്രൂട്ടോ ഓറഞ്ചോ അതുപോലെയുള്ളൊരു ഇതും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവയുടെയൊക്കെ സീഡ് ഡിസ്പേഴ്സലിന് ഫേവറബിളായ അതിൻ്റെ ഫീച്ചേഴ്സ്, ആ ഫ്രൂട്ട്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതെന്തൊക്കെയാണ്? അതിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവാം, സ്മെല്ല്, കളറ്, ഷേപ്പ്, ഇതൊക്കെ അതിൻ്റെ ഫീച്ചേഴ്സാണ്. ആ രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കതിന് മാർക്ക് കിട്ടും. സോ സി ക്വസ്റ്റ്യൻ, എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് ദ പ്ലാന്റ് ദാറ്റ് ബേസ്റ്റ് ആൻഡ് റിലീസസ് സീഡ്സ് വെൻ ദേ ആർ റൈപ്പൺ? അതായത് താഴെ പറയുന്നതിൽ ഏത് ഫ്രൂട്ടാണ് അത് പഴുത്ത് കഴിയുമ്പം പൊട്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത്? ലേഡീസ് ഫിംഗർ, ഗുവ, മിൽക്ക് വീഡ് പപ്പാസ്, ദാറ്റ് ഈസ് അപ്പൂപ്പൻ താടി ആൻഡ് ടൊമാറ്റോ. ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ലേഡീസ് ഫിംഗർ ആണ് കറക്റ്റായിട്ട് ആൻസർ. ലേഡീസ് ഫിംഗർ ആണ് എന്ത് ചെയ്യുന്നത്, പാകമായി കഴിയുമ്പോൾ അത് അതിൻ്റെ ആ രീതിയിൽ നിന്ന് പൊട്ടിയിട്ട് പുറത്തേക്ക് തെറിക്കും. ബേസ്റ്റ് ചെയ്തിട്ടാണ് അത് പോവുക. കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മുടെ വെണ്ടയ്ക്ക അങ്ങനെ ഒന്ന് പാകമാകുമ്പോൾ ഒരു കറുത്ത കളറായിട്ട് അതിങ്ങനെ ഉണങ്ങി അതിൽ നിന്ന് പൊട്ടിയിട്ട് അതിൻ്റെ വിത്തുകൾ പുറത്തേക്ക് വരും. സോ ആക്ടിവിറ്റി 2 പോവാം. A question, some materials for doing an experiment related to the germination of seed are given below. Steel glass, pea, അതുപോലെ so write the materials needed and the procedure of experiment to find out if sunlight is necessary for the seed to germinate. അതായത് ഒരു എക്സ്പെരിമെൻറ്റ്, അതായത് സീഡിൻ്റെ ജെർമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു 2 മെറ്റീരിയൽ അവിടെ തന്നിട്ടുണ്ട്. എന്ത്, സ്റ്റീൽ ഗ്ലാസും പി എന്നുള്ളതും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ മെറ്റീരിയൽസ്, ഇനി ആവശ്യമുള്ള കൂടുതൽ മെറ്റീരിയൽസും അതിൻ്റെ പ്രൊസീജിയറും പിന്നെ ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഫൈൻഡ് ഔട്ടിങ്ങും ഒക്കെയാണ് എഴുതേണ്ടത്. എന്തിനുള്ള എക്സ്പെരിമെൻ്റാണ്? ഇഫ് സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്. അതായത് വിത്ത് മുളയ്ക്കാനായിട്ട് സൺലൈറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തെളിയിക്കാനുള്ള എക്സ്പെരിമെൻ്റാണ് നോക്കേണ്ടത്. നോക്കിയാലോ. അപ്പോൾ എക്സ്പെരിമെൻ്റ് എയിം എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ് വെദർ സൺലൈറ്റ് ഈസ് നെസസറി ഫോർ സീഡ് ജെർമിനേഷൻ ഓർ നോട്ട്. അതായത് വിത്ത് മുളയ്ക്കാനായിട്ട് സൂര്യപ്രകാശം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എയിം. മെറ്റീരിയൽസ് റിക്വയർഡ്: സ്റ്റീൽ ഗ്ലാസ്, പിയർ സീഡ്, സോയിൽ, വാട്ടർ, 1 കാർഡ്ബോർഡ് ബോക്സ് വിത്തൗട്ട് ഹോൾസ് ഒന്നും ഇല്ലാത്ത ഒരു കാർഡ്ബോർഡ് ബോക്സ്. സോ അതിൻ്റെ പ്രൊസീജിയർ: ടേക്ക് എ സ്റ്റീൽ ഗ്ലാസ് ആൻഡ് പുട്ട് സം സോയിൽ ഇൻ ഇറ്റ്. ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്ത് അതിലേക്ക് നമ്മൾ മണ്ണ് നിറയ്ക്കുന്നു. ദെൻ പ്ലാന്റ് എ പിയർ സീഡ് ഇൻ ഇറ്റ് ആൻഡ് പോർ വാട്ടർ ടു ദ ഗ്ലാസ് ആൻഡ് പ്ലേസ് ദ ഗ്ലാസ് ഇൻ ടു ദ കാർഡ്ബോർഡ് ബോക്സ് ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ എ ഡാർക്ക് റൂം. എന്ത് ചെയ്യുന്നു, ഒരു പ്ലാന്റ്, അതായത് ഒരു പയർ വിത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതൊരു ഗ്ലാസ്സിലാക്കി, ആ സ്റ്റീൽ ഗ്ലാസ് എന്ത് ചെയ്യുന്നു, ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഉള്ളിൽ വെച്ച്
വെളിച്ചമൊന്നും കയറാത്ത ഒരു ഡാർക്ക് റൂമിൽ പ്ലേസ് ചെയ്യുന്നു. അങ്ങനെ 1-2 ദിവസം എന്ത് ചെയ്യുന്നു, നമ്മളതിന് വാട്ടർ ചെയ്ത് ഒഴിക്കുന്നു, വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒബ്സർവേഷൻ എന്താണ്? ആഫ്റ്റർ സം ഡേയ്സ് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ദ സീഡ് ജെർമിനേറ്റഡ്. കുറച്ച് നാളുകൾക്ക് ശേഷം എന്ത് കാണുന്നു? അതിൻ്റെ അകത്ത് വിത്ത് മുളച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ റിസൾട്ട് എന്താണ്? സൺലൈറ്റ് ഈസ് നോട്ട് നെസസറി ഫോർ സീഡ് ജെർമിനേഷൻ. അതായത് വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം നിർബന്ധമായ ഒരു കാര്യം അല്ല. ഓക്കെ, സോ ബി ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ഫ്രം വേർ ഡസ് ദ പ്ലാന്റ് ഗെറ്റ് ഫുഡ് അൻറ്റിൽ ദ സീഡ് ജെർമിനേറ്റ്സ് ആൻഡ് ഫോംസ് ഇറ്റ്സ് ലീവ്. അതായത് പ്ലാന്റിന് സീഡ് ജെർമിനേറ്റ് ചെയ്ത് അത് ലീവ്സ് ഉണ്ടാവുന്നത് വരെ എവിടെ നിന്നാണ് അതിന് ഫുഡ് കിട്ടുക? എവിടെ നിന്നാണ്? കോട്ടിലെഡിൽ നിന്നാണ് അവർക്ക് ഫുഡ് കിട്ടുക. സോ ദെൻ സി ക്വസ്റ്റ്യൻ, എമംഗ് ദ ഫോളോയിങ് വിച്ച് പാർട്ട് കംസ് ഔട്ട് ഫസ്റ്റ് വെൻ ദ സീഡ് ജെർമിനേറ്റ്സ്. താഴെ തന്നിരിക്കുന്നതിൽ സീഡ് ജെർമിനേറ്റ് ആവുന്ന സമയത്ത് ഏത് പാർട്ടാണ് ഏറ്റവും ആദ്യം അതായത് മുളച്ച് വരിക? സോ റാഡിക്കൽ, കോട്ടിലിഡൻ, പ്ലുമ്യൂൾ, റൂട്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? റാഡിക്കിൾ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സീഡ് മുളച്ച് കഴിഞ്ഞ് ആദ്യം പുറത്തേക്ക് വരുന്നത് അതിൻ്റെ റാഡിക്കിളാണ്. സോ ആക്ടിവിറ്റി 3 നോക്കുക. ഒരു ഫുഡ് വെബ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ, what will happen if the number of foxes come down in the food web given above? മേളിൽ തന്നിട്ടുള്ള ഫുഡ് വെബിൽ ഫോക്സസിൻ്റെ നമ്പർ വളരെ കുറയുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? സോ നമുക്ക് അതിൻ്റെ ആൻസർ എന്താണ്? ദ നമ്പർ ഓഫ് വൾച്ചേഴ്സ് വിൽ ഡിക്രീസ് ബിക്കോസ് ദേ വിൽ നോട്ട് ഗെറ്റ് ഇനഫ് ഫുഡ്. എന്താണ്? ഫുഡ് മര്യാദയ്ക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ വൾച്ചേഴ്സ് എണ്ണം കുറയുകയും ആൻഡ് ദ നമ്പർ ഓഫ് ഹെൻസ് വിൽ ഇൻക്രീസ് ആൻഡ് ഇറ്റ് വിൽ എഫക്ട് ദ എൻറ്റയർ ഫുഡ് വെബ്. അതായത് അപകടകാരികളായ പിന്നെ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹെൻസിൻ്റെ എണ്ണം കൂടുകയും അത് എൻറ്റയർ ഫുഡ് വെബിനെ ബാധിക്കുകയും ചെയ്യും. സോ ദെൻ ബി ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഇലുസ്ട്രേഷൻ ഗിവൺ ബിലോ. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ gaseous exchange in plants. Write the names of gases missing in the illustration. അതായത് മരത്തിൽ നടക്കുന്ന ഗ്യാസ് എക്സ്ചേഞ്ചിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് 1, 2, 3, 4 എന്നുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഏത് ഗ്യാസ് എക്സ്ചേഞ്ചാണ് അവിടെ നടക്കുക എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എന്താണ്? 1 അവിടെ ഫോട്ടോസിന്തസിസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഇന്നാവുന്നു. ദെൻ സെക്കൻഡ് വൺ ഏതാണ്? റെസ്പിറേഷൻ്റെ ടൈമിൽ ഓക്സിജൻ ഇന്നാവുന്നു. ദെൻ ആഫ്റ്റർ ദ ഫോട്ടോസിന്തസിസ് ട്രീയിൽ നിന്ന് എന്ത് വരുന്നു? ക്യാൻ സി ഓക്സിജൻ. ഫോർത്ത് വൺ എന്താണ്? റെസ്പിറേഷന് ശേഷം പുറത്തേക്ക് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. സോ സി ക്വസ്റ്റ്യൻ, വിച്ച് പിഗ്മെൻറ്റ് ഗീവ്സ് റെഡ് കളർ ടു റെഡ് സ്പിഞ്ച്? റെഡ് സ്പിനച്ച്. ഓക്കെ, അപ്പോൾ റെഡ് സ്പിനച്ചിന് റെഡ് കളർ കൊടുക്കുന്നത് ഏത് വർണ്ണകമാണ്? താഴെ തന്നിരിക്കുന്നതിൽ ആന്തോസയാനിൻ ഉണ്ട്, സാന്തോഫിൽ, ക്ലോറോഫിൽ, കരോട്ടിൻ. ഇതിലേതാണ് റെഡ് കളർ കൊടുക്കുന്ന വർണ്ണകം? ആൻസർ ആന്തോസയാനിൻ ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? സോ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഫോർത്ത് ആക്ടിവിറ്റി, കംപ്ലീറ്റ് ദ ഇലുസ്ട്രേഷൻ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ആ ഒരു പദസൂര്യൻ പൂരിപ്പിക്കുക എന്നുള്ളതാണ് ഫോർത്ത് ആക്ടിവിറ്റീസ്. എന്താണ് ഉള്ളിൽ തന്നിട്ടുണ്ട്? പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ആണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ക്യാരീസ് ഹീറ്റ് എന്നുള്ളത് ഒരു ക്ലൂ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ്സ്. സെക്കൻഡ് വൺ മെയിൻറ്റെയിൻ ഇറ്റ്സ് ലെവൽ. തേർഡ് വൺ യൂണിവേഴ്സൽ സോൾവെൻറ്റ്. ഇതല്ലാണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ഉണ്ട്. അതിലേതെങ്കിലുമൊക്കെ നമുക്ക് എഴുതാം. ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ്സ്, മെയിൻറ്റെയിൻ ഇറ്റ്സ് ലെവൽ, യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്നുള്ള അതിൻ്റെ പ്രോപ്പർട്ടീസാണ് കൊടുത്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ആഫ്റ്റർ ഒബ്സർവിങ് ദ എക്സാമ്പിൾസ് ഗിവൺ. എക്സാമ്പിൾ നോക്കിയിട്ട് ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ വാട്ടർ എന്താണ്? ലിക്വിഡാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. വാട്ടർ സബ്സ്റ്റൻസും അതിൻ്റെ ഫോമുമാണ്. വാട്ടർ ലിക്വിഡാണ്. അപ്പോൾ ഐസ് എന്താണ്? ഓഫ് കോഴ്സ് സോളിഡാണ്. ദെൻ ഗ്യാസ് സ്റ്റേജിലുള്ള എന്താണ് നമുക്ക് എഴുതാം? വാട്ടർ വേപ്പറാണ് കൊടുക്കുക. സെക്കൻഡ് വൺ വാട്ടർ വേപ്പർ. സോ സി ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡ്? താഴെ പറയുന്നവയിൽ മഴവെള്ള സംഭരണവുമായി ബന്ധപ്പെട്ട ഒരു മെത്തേഡ് അല്ലാത്തത് ഏതാണ്? മേക്കിംഗ് സ്റ്റോൺ വാൾ, ബിൽഡിംഗ് ചെക്ക് ഡാം, കോൺക്രീറ്റിംഗ് യാർഡ്, റീചാർജിങ് വെൽ. ഇതിലേതാണ് വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡ് അല്ലാത്തത്? ആൻസർ കോൺക്രീറ്റിംഗ് യാർഡ് എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക. സോ ഫിഫ്ത്ത് ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പോവാം.
The plants selected by a child to identify the features of roots are given below. Classify them suitably. അതായത് അതിൻ്റെ റൂട്ട്സിൻ്റെ പ്രത്യേകതകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി എടുത്തിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ലിസ്റ്റാണ് താഴെ തന്നിട്ടുള്ളത്. അവയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ക്ലാസിഫൈ ചെയ്യുക എന്തിൻ്റെ കാറ്റഗറിയിൽ ചെയ്യാം നമുക്ക്? സോ ഗ്രൂപ്പ് 1 ടാപ്പ് റൂട്ട്, റൂട്ടിൻ്റെ ബേസിൽ തന്നെ ചെയ്യാം. ടാപ്പ് റൂട്ടിൽ വരുന്ന കാറ്റഗറീസ് ഏതൊക്കെയാണ്? മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, ഗുവ. ഗ്രൂപ്പ് 2 വരുന്നത് ഫൈബ്രസ് റൂട്ടാണ്. ഫൈബ്രസ് റൂട്ടിൽ വരുന്നത് കോക്കനട്ട് ട്രീ, ഗ്രാസ്, പാഡി ആൻഡ് ബാംബു. സോ അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് ലീവ്സ് ഓഫ് ദ പ്ലാന്റ് ഇൻക്ലൂഡഡ് ഇൻ ഈച്ച് ഗ്രൂപ്പ്? ഈ ഗ്രൂപ്പുകളിൽ അതായത് ടാപ്പ് ഗ്രൂപ്പിലും ഫൈബ്രസ് റൂട്ടിലും പെടുന്ന സസ്യങ്ങളുടെ ഇലകളുടെ പ്രത്യേകത എന്താണ്? ടാപ്പ് റൂട്ടുള്ള സസ്യങ്ങളുടെ ഇല എങ്ങനെയായിരിക്കും? റെട്ടിക്കുലേറ്റ് വീനിയേഷൻ ആയിരിക്കും. ഫൈബർ റൂട്ടുള്ളതിൻ്റെത് പാരലൽ വീനിയേഷൻ ആയിരിക്കും. അതാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ടാപ്പ് റൂട്ടിലുള്ളത് റെട്ടിക്കുലേറ്റ് വീനിയേഷൻ, ഫൈബർ റൂട്ട് പാരലൽ വീനിയേഷൻ. സോ വിച്ച് പെയർ ഡസ് നോട്ട് ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റൂട്ട് ആൻഡ് ലീഫ് ആസ് മെൻഷൻഡ് അബോ? ഈ താഴെ തന്നിട്ടുള്ള ആ റൂട്ടും ലീഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാത്തത് ഈ പറയുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ്? വീറ്റ്, കൊളോക്കേഷ്യ, യാം പ്ലാന്റെയിൻ, പിയ പ്ലാന്റെയിൻ. ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്ന്? സെക്കൻഡ് വണ്ണായ കൊളോക്കേഷ്യ ആൻഡ് യാം എന്നുള്ളതാണ് കറക്റ്റ്. അതെന്ത് കാണിക്കുന്നില്ല? നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റൂട്ട് ആൻഡ് ലീഫ്. ആ പറയുന്ന റൂട്ടും ലീഫും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. അതേത് റിലേഷൻഷിപ്പാണ് നമ്മൾ നേരത്തെ പറഞ്ഞു? ടാപ്പ് റൂട്ടാണെങ്കിൽ റെട്ടിക്കുലേറ്റ് വീനിയേഷനും ഫൈബർ റൂട്ടാണെങ്കിൽ പാരലൽ വീനിയേഷനും ആ ഒരു റിലേഷൻഷിപ്പ് കൊളോക്കേഷ്യയും യാമും കാണിക്കുന്നില്ല. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. ആക്ടിവിറ്റി 6, ഒബ്സർവ് ദ പിക്ചർ. So, the statements related to the group of celestial bodies shown in the picture are given below. Write 2 more statements. കുറച്ച് ആ ഒരു പിക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ് അവിടെ തന്നിട്ടുണ്ട്. നമ്മളോട് 2 എണ്ണം കൂടി ഇതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ദ സൺ ഈസ് ദ സെൻറ്റർ. സെക്കൻഡ് വൺ, ഓർബിറ്റ് ഈസ് ദ പാത്ത് ത്രൂ വിച്ച് ദ സെലസ്റ്റിയൽ ബോഡീസ് റിവോൾവ് അറൗണ്ട് ദ സൺ. സോ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കൂടി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്യണം. എഴുതിയിട്ടുള്ളത് ദ എർത്ത് ഈസ് ദ തേർഡ് സെലസ്റ്റിയൽ ബോഡി. സെക്കൻഡ് വൺ, സൺസ് നിയറസ്റ്റ് സെലസ്റ്റിയൽ ബോഡി ഈസ് മെർക്കറി. പിന്നെ ഈ പിക്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ അത് എഴുതിയാലും കറക്റ്റ് ആൻസർ ആണ്. ഇറ്റ്സ് അപ്പോൺ അവർ ആൻസർ. സോ ബി ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ടു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ പേര്, അതിൻ്റെ യൂസസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇൻസാറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ എഡ്യൂസാറ്റ് എന്താണ്? എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ഡിഫെൻസുമായിട്ട് റിലേറ്റ് ചെയ്ത സാറ്റലൈറ്റ്സിൻ്റെ പേര് GSAT-7 അല്ലെങ്കിൽ MLSAT. ഓക്കെ, സോ സി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ദീസ് കൺസ്റ്റലേഷൻ. എന്താണ് ഈ കൺസ്റ്റലേഷൻ്റെ നെയിം എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ മെയിൻ നെയിം? നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള കൺസ്റ്റലേഷനാണ്. എന്താണ് അതിൻ്റെ നെയിം? ഹണ്ടറാണ്. സെക്കൻഡ് വൺ ഹണ്ടർ എന്നുള്ളതാണ് ആൻസർ. സോ നെക്സ്റ്റ് ആക്ടിവിറ്റി 7. ലുക്ക് അറ്റ് ദ സിറ്റുവേഷൻസ് ഗിവൺ ബിലോ. പൗഡേർഡ് സാൾട്ട് ഈസ് ആഡഡ് ടു ലൈം ജ്യൂസ്. ക്രിസ്റ്റൽസ് ഓഫ് സാൾട്ട് ആർ ആഡഡ് ടു ലൈം ജ്യൂസ്. സോ എ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സിറ്റുവേഷൻ ഡസ് സാൾട്ട് ഡിസോൾവ് ക്വിക്ക്ലി ബൈ? ഈ 2 സിറ്റുവേഷൻ, അതായത് നല്ല പൊടിച്ച സോൾട്ട് ലൈം ജ്യൂസിൽ കലക്കിയിരിക്കുന്നു, പിന്നെ ക്രിസ്റ്റൽസ് ആയിട്ടുള്ള സോൾട്ട് ലൈം ജ്യൂസിൽ കലക്കിയിരിക്കുന്നു. ഇതിലേത് സിറ്റുവേഷനിലാണ് ഏറ്റവും ആദ്യം അത് ആ ഒരു ജ്യൂസിൽ ലയിക്കുക? ഏതാണ്? ഓഫ് കോഴ്സ് പൗഡേർഡ് സോൾട്ട് ഡിസോൾവ് ഫാസ്റ്റ്ലി ബിക്കോസ് സൈസ് ഓഫ് പൗഡേർഡ് സാൾട്ട് ഈസ് സ്മോൾ കമ്പയർഡ് ടു ദ ക്രിസ്റ്റൽ സാൾട്ട്. ക്രിസ്റ്റൽ സാൾട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ പൗഡേർഡ് സാൾട്ടിൻ്റെ പിന്നെ സൈസ് എന്നുള്ളത് വളരെ സ്മോളാണ്. അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും പെട്ടെന്ന് അതിൽ ലയിക്കുക. സോ വാട്ട് ആർ ദ അതർ 2 ഫാക്ടേഴ്സ് വിച്ച് എഫക്ട് ദ സ്പീഡ് ഓഫ് ഡിസൊല്യൂഷൻ? അതായത് അതിൽ ലയിക്കാൻ വേണ്ടിയിട്ട് അതിനെ ബാധിക്കുന്ന വേറെ 2 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം?
മേ ബി മിക്സിങ് ആവാം, ഹീറ്റിംഗ് ആവാം, അതൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. സോ കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൻ ബിലോ. താഴെ തന്നിട്ടുള്ള ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. എന്താണ്, ഒന്ന് കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്ടർ ഹീറ്റ്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, വാട്ടർ കൂൾസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ എന്താ, വാട്ടർ ഹീറ്റ്സ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് വിൽ ബിക്കം വാട്ടർ വേപ്പർ. ഫസ്റ്റ് വൺ വാട്ടർ വേപ്പർ. ദെൻ വാട്ടർ കൂൾസ്, ദെൻ ഇറ്റ്സ് ബിക്കം ഐസ്. വാട്ടർ കൂൾ ചെയ്യുന്ന സമയത്ത് ഐസായിട്ട് മാറുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. താങ്ക്